ഓം നമോ ഭഗവതേ വാസുദേവായ. 43-ാം ദശകത്തിൽ തൃണാവർത്തവധം ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം യശോദാദേവിയുടെ മടിയിൽ ഇരിക്കുന്ന കണ്ണന് അനുനിമിഷം ഭാരം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കണ്ട് യശോദാദേവിക്ക് കണ്ണൻ്റെ ഭാരം താങ്ങാനാവാതെ കട്ടിലിൽ കിടത്തുന്നു. എന്നിട്ട് ഓരോ പണികൾക്കായി തിരിയുകയാണ്. ആ സമയത്ത് അതിഭയങ്കരമായ പൊടിപടലത്താൽ ദിക്കുകൾ മറച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ അസുരനായകനായ തൃണാവർത്തൻ വരുന്നു. എന്നിട്ട് അങ്ങയെ ഉയർത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ശക്തിയേറിയ പൊടിപടലങ്ങൾ കാരണം ഗോപന്മാർക്കൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. തൃണാവർത്തൻ കണ്ണനെയും കൊണ്ട് മുകളിലേക്ക് പൊങ്ങി. എന്നാൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ഭാരം താങ്ങാനാവാതെ തൃണാവർത്തൻ ഒരു പാറപ്പുറത്തേക്ക് വീഴുകയാണ്. ആ വീഴുന്നതിനോടുകൂടി തന്നെ തൃണാവർത്തൻ്റെ ശരീരം ഛിന്നഭിന്നമാവുന്നു. ഗോപന്മാർ ഓടി വന്നു നോക്കുമ്പോൾ തൃണാവർത്തൻ്റെ ശവശരീരത്തിന് മുകളിൽ ഒരു ഇന്ദ്രനീലക്കല്ല് ഇരിക്കുന്നത് പോലെ കണ്ണൻ കൈകാലുകൾ കൊണ്ട് അത് മൃതദേഹത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അവർ വേഗം ഓടി വന്ന് ആ കണ്ണനെ വാരിയെടുത്ത് ചുംബിക്കുന്നു. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ കണ്ണനെ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും നന്ദഗോപനും യശോദയൊക്കെ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കണ്ണനെ വാരിയെടുക്കുന്നു, ചുംബിക്കുന്നു. ഗോപസ്ത്രീകൾ കണ്ണനെ എടുക്കണമെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ കണ്ണൻ അവരുടെ നേർക്ക് ചാടുകയാണ്. അല്ലയോ ഗുരുവായൂരപ്പ, ആ ഗോപസ്ത്രീകളെ അങ്ങ് എത്ര അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പട്ടേരിപ്പാട് പറയുന്നു. വാദത്തിൻ്റെ രൂപത്തിൽ വന്ന തൃണാവർത്തൻ എന്ന അസുരന് അങ്ങ് മോക്ഷം നൽകി. അതുപോലെ വാദരൂപത്തിലുള്ള എൻ്റെ അസുഖത്തെ അങ്ങ് നിശേഷമായി മാറ്റിത്തരയണമേ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു എന്ന് പട്ടേരിപ്പാട് പറയുന്നു. ത്വാം ഏകദാം ഗുരുമരുൽ പുരനാഥവോഢും ഗാഢാധിരൂഢ ഗരിമാണമപാരയന്തീം മാതാനിധായ ശയനേ കിമിദം ബതേതീം ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്കാം താവദ്വിദൂരം ഉപകർണിതഘോരഘോഷവ്യാജൃംഭി പാംസുപടലീ പരിപൂരിതാശം വാത്യാവപുസ്സകില ദൈത്യവര തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം ഉദ്ധാമപാംസു തിമിരാഹതദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി
त्वदुपान्दमाप्ता माता भवन्दं अविलोक्य भृशं रुरोद तावल्सदानववरोऽपि च दीनमूर्तिं भावल्कभारपरिधारणलोनवेगं संकोचमाप तदनुक्षतपां सुघोषे घोषे व्यतायत भवज्जननी निनादम् रोदोपकर्णनवशाद् उपगम्य गेहं क्रन्दल्सूनन्दमुखगोपकुलेषु दीन त्वां दानवस्त्वखिलमुक्तिकरं मुमुक्षुं स्तुय्यप्रमुञ्जति പപാദവിയൽ പ്രദേശാൽ രോദാകുലസ്തദനു ഗോപഗണാ ബഹിഷ്ഠപാഷാണപൃഷ്ഠഭൂമി ദേഹമതിസ്ഥവിഷ്ടം പ്രൈക്ഷന്ദഹന്ത നിപതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം ഗ്രാവപ്രപാത പരിപിഷ്ടഗരിഷ്ടദേഹഭ്രഷ്ടാസു ദുഷ്ടതനുജോപരി ധൃഷ്ടഹാസം ആഘ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദനന്ദാദിഗോപ പരിരബ്ധ വിചുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം ഭ്രൂയോപി കിന്നു കൃണുമ പ്രണതാർത്തിഹാരീം ഗോവിന്ദയേവ പരിപാലയതാൽ സുതം ഇത്യാദിമാതര പിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിത സ്ത്വദവനായ വിഭോ ത്വമേവ വാതാത്മകം ധനുജമേവ മയി പ്രധുന്വൽ വാതോദ്ഭവാൻ മമ ഗദാൻ കിമുനോ ധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. 43-ാം ദശകം സമാപനം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ
രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ